യഥാർത്ഥമായിട്ട് സോവിയറ്റ് യൂണിയൻ സ്വർഗ്ഗരാജ്യം ഒന്ന് വിചാരിച്ചുകൊണ്ട് പോയ മനുഷ്യനായിരുന്നു. അവിടെ ചെന്നപ്പോൾ വലിയ നിരാശയായി ഞാനത് പാർട്ടിക്കാരോടൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സുരക്ഷയുടെ പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ എങ്ങനെ അതിജീവിച്ചേ? ഒരു ദൈവഭാഗ്യം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ശ്രീ റജി മേനോൻ്റെ അന്ന് അദ്ദേഹം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങുന്ന ആ സമയത്ത് അന്ന് ഞാൻ ആ കമ്പനിയിൽ പാർട്ട് ടൈം ജോലിക്കായിരുന്നു. മനോരമയിലൊക്കെ ചില വാർത്തകൾ വായിച്ചിട്ട് ഞാൻ തന്നെ മനോരമയിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരോട് വിളിച്ച് ചോദിക്കാറുണ്ട്, എന്താണ് ഈ കായ്ക്ക് എഴുതി വെച്ചിരിക്കുന്നത്? അവർ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളാണ്. റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി ഒരുപാട് മെച്ചപ്പെട്ടു. വളരെ മെച്ചപ്പെട്ടു. യുദ്ധം തുടങ്ങിയ ശേഷം വളരെ മെച്ചപ്പെട്ടു എന്ന് പറയാം. യുദ്ധം തുടങ്ങിയതിന് ശേഷം. നമസ്കാരം. സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഏറ്റവും അധികം ബന്ധം ഉണ്ടായിരുന്നത് കേരളമായിരുന്നു. കേരളത്തിൽ നിന്നും നേതാക്കന്മാർ കൂടെ സോവിയറ്റ് യൂണിയനിലേക്ക് പോകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പലപ്പോഴും സ്കോളർഷിപ്പും മറ്റും കിട്ടി പഠിക്കാനും പോകും. അങ്ങനെ പോയ അനേകം വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ചാണ് 1990-91 വർഷത്തിൽ സോവിയറ്റ് യൂണിയൻ ഛിന്നഭിന്നമാകുന്നതും പല രാജ്യങ്ങളാവുന്നതും. അന്ന് നാട്ടിലേക്ക് തിരിച്ചു പോന്നവരാണ് ഭൂരിപക്ഷം പേരും. എന്നാൽ അവിടെ തുടർന്ന് ജോലിയും ബിസിനസ്സുമായി കഴിവ് തെളിയിച്ച അനേകം പ്രതിഭകൾ ഇപ്പോഴും റഷ്യയിലുണ്ട്. അത്തരത്തിലൊരു പ്രതിഭയാണ് ഇന്ന് നമ്മുടെ അതിഥി ദേവദത്തൻ. നമസ്കാരം. അങ്ങയുടെ ജീവിതം വളരെ രസമുള്ളതാണ് മലയാളികളെ സംബന്ധിച്ചിട്ടുള്ള. ഒന്ന്, അങ്ങ് ഇപ്പോഴും ഒരു സജീവ മാധ്യമ പ്രവർത്തകനാണ്. എനിക്ക് ടൈംസ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു അല്ലേ? ടൈംസ് ഓഫ് ഇന്ത്യയുടെ റഷ്യയിലെ കൺട്രി ഇതായിട്ട് ചെയ്യുന്നു. ഒപ്പം അവിടുത്തെ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നു. ജേർണലിസ്റ്റ് അധ്യാപകനാണ്. അങ്ങനെ ഒരുപാട് കഥയുണ്ട്. ജനങ്ങൾക്കത് വളരെ ഇൻട്രസ്റ്റാണ്. പ്രത്യേകിച്ച് യുദ്ധം നടക്കുന്ന സമയത്ത് ആ റഷ്യ എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യം. രണ്ട് സാഹചര്യമാണ്. ആദ്യത്തെ എൻ്റെ ചോദ്യം, അങ്ങ് എങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത്? എന്ത് സാഹചര്യത്തിലാണ് റഷ്യക്ക് പോകുന്നത്? ഞാൻ ഇവിടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു, ക്ലർക്കായിട്ട് താലൂക്ക് ഓഫീസിൽ. അപ്പോൾ ഞാൻ അതേസമയം പാരലായിട്ട് റഷ്യൻ കൾച്ചർ സെൻറ്ററിൽ, അന്ന് സോവിയറ്റ് കൾച്ചർ സെൻറ്ററിൽ പോവുമായിരുന്നു. അങ്ങനെ സോവിയറ്റ് വെറുതെ പുസ്തകം വായനയൊക്കെ ആയിട്ടും റഷ്യൻ ഭാഷ പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങോട്ട് പോയിരുന്നതാണ്. അന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് വസന്തം ഉണ്ടായിരുന്നു. അതെ, ഞാൻ കമ്മ്യൂണിസ്റ്റ് പഴയ അല്ല ASFൻ്റെ ആളാണ്. എന്നിട്ട് അദ്ദേഹം അവിടുത്തെ റഷ്യൻ സെൻറ്ററിലെ ഡയറക്ടറായിട്ട് പരിചയപ്പെട്ടു. ശ്രീ വലേറി ബുദാർഗിൻ എന്ന് പറഞ്ഞ ഒരു സാറായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് വന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ക്യാഷ്വൽ സംസാരത്തിൻ്റെ ചോദിച്ചു, താങ്കൾക്ക് റഷ്യയിൽ പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞു, ആർക്കാണ് റഷ്യയിൽ പോകാൻ ആഗ്രഹമില്ലാത്തത്? നമ്മുടെ സ്വപ്നഭൂമി തീർച്ചയായും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, മാർക്ക് ലിസ്റ്റ് ഇതെല്ലാം കൊണ്ടുതരാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു. ഞാനതങ്ങ് മറന്നു. ഒരു 8 മാസം കഴിഞ്ഞിട്ട് എനിക്കൊരു റഷ്യൻ അന്നത്തെ സോവിയറ്റ് എംബസിയിൽ നിന്ന് കത്ത് കിട്ടുകയാണ്, താങ്കളെ റഷ്യൻ പീപ്പിൾസ് ഫ്രണ്ട്ഷിപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് ജേർണലിസം ഫാക്കൽറ്റിയിലേക്ക് സെലക്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഒരു കത്ത് പഠിക്കാനായിട്ട്. അതായത് മോസ്കോയിലെ പീപ്പിൾസ് ഫ്രണ്ട്ഷിപ്പ് യൂണിവേഴ്സിറ്റി അത് ലോകത്തുള്ള രാജ്യങ്ങളുമായിട്ട് സോവിയറ്റ് യൂണിയൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതെ. അവിടെ പഠിക്കാൻ, ജേർണലിസം പഠിക്കാൻ പോയി, PG ചെയ്യാൻ പോയി. അതെ. അതെന്നാ പോയത്? അന്ന് 1988. അപ്പോൾ റഷ്യൻ എങ്ങനെ അവിടെ ചെന്നു? അവിടെ എങ്ങനെ ചെന്നപ്പോഴത്തെ അനുഭവം, ആദ്യം ചെല്ലുമ്പോഴത്തെ ഫീലിംഗ് എന്നതാ? ആദ്യത്തെ ഫീലിംഗ്, നമ്മൾ ഇവിടുന്ന് പ്രതീക്ഷിച്ച് പോകുന്നത്, ഇവിടെ നിന്ന് കേട്ടുന്നത് റഷ്യ ഒരു സ്വർഗ്ഗഭൂമിയായിരുന്നു, സോവിയറ്റ് യൂണിയൻ സ്വർഗ്ഗം. പക്ഷെ അന്ന് അങ്ങനെയൊന്നും ഒരു ഗ്രേ കളറിലൊരു രാജ്യമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം ചെന്നപ്പോഴേ പ്രതീക്ഷ പോയി. എല്ലാം അവൈലബിൾ ആണ്, പക്ഷേ അതൊക്കെ ലിമിറ്റഡ് അവൈലബിലിറ്റി ഉള്ളൂ. നമുക്ക് കാശുണ്ടെങ്കിലും എല്ലാം മേടിക്കാനൊക്കത്തില്ല. ചില അന്നത്തെ സാഹചര്യത്തിൽ എല്ലാത്തിനും ക്യൂ നിൽക്കണമായിരുന്നു. ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ഈ സ്വാതന്ത്ര്യം പെട്ടെന്ന് ഇല്ല. അപ്പം തന്നെ ആദ്യം നിരാശ തോന്നിയായിരുന്നു. പക്ഷെ അവിടെ ബാക്കി വിദേശ വിദ്യാർത്ഥി എന്നതിൽ എല്ലാ സൗകര്യവും ചെയ്തു. എല്ലാം അവർ വിദേശികൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തിരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വളരെയധികം പരിഗണനയായിരുന്നു. ഈ കോളേജിലെ പ്രതിനിധികളൊക്കെ ഞങ്ങൾ വന്ന് എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയും കോളേജിൽ ഹോസ്റ്റലിൽ കൊണ്ട് താമസിപ്പിക്കുകയും ഒരു VIP ട്രീറ്റ്മെൻറ്റാണ് ആദ്യമായിട്ട് കിട്ടുന്ന. ഒരു VIP ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് കിട്ടിയത്. ഫീസില്ല, ഹോസ്റ്റലും ഫ്രീ, ആഹാരം ഫ്രീ, എല്ലാം ഫ്രീ. എന്നിട്ട് വർഷത്തിൽ കുറച്ച് കാശും തരും നമുക്ക് നാട്ടിൽ പോകാനായിട്ട്, തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ ആ ഒരു ആഹ്ലാദം നമുക്കുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് കറങ്ങാൻ പറ്റുമായിരുന്നു, ചുറ്റി കറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിനെല്ലാത്തിനും പെർമിഷൻ മേടിക്കണം, പെർമിഷൻ മേടിക്കണമായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ഞാൻ പല റഷ്യക്കകത്തുള്ള പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. ഏത് സിറ്റിയിൽ പോകണമെങ്കിലും അന്ന് പെർമിഷൻ മേടിക്കണം. മോസ്കോ വിട്ട് എവിടെ പോകണമെങ്കിലും. പക്ഷെ അവിടെ ചെന്നാൽ ആരും കൺട്രോൾ ചെയ്യില്ല, പോലീസിൻ്റെ കൺട്രോളിലോ ഇല്ല. അന്നെല്ലാം എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ പോവുകയാണെങ്കിൽ അവരുടെ സിസ്റ്റത്തിൽ കൂടെ അങ്ങോട്ട് കൊടുക്കും, ഇങ്ങനെ ഒരു ഇന്ത്യൻ കുട്ടി അവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ ഓൾറെഡി അവർ
ചെക്ക് ചെയ്ത് അവർക്കൊരു വിവരമുണ്ട് ഇങ്ങനൊരു ഇന്ത്യക്കാരൻ മോസ്കോയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള. ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഓ ഈ തീർച്ചയായിട്ടും. അപ്പം ആളുകൾക്ക് അന്ന് അതൃപ്തി ഉണ്ടായിരുന്നോ പലതിലും? ഇല്ല, അന്ന് അതൃപ്തി ഉണ്ടായിരുന്നത് ഈ അവരുടെ രാജ്യത്തിനോട് തന്നെയാണ്. അവർക്ക് വിദേശികളോടൊരു മതിപ്പായിരുന്നു. കാരണം നിങ്ങളൊക്കെ സ്വർഗ്ഗരാജ്യത്താണ് ജീവിക്കുന്നത്, ഞങ്ങൾക്കിവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചായിരുന്നോ? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രമല്ല, അത് അവരധികം പറയാറില്ലായിരുന്നു. പക്ഷെ അവർ പറയാറില്ല അവരുടെ ഈ ജീൻസ് കിട്ടാനില്ല, ഇന്ന ആഹാരങ്ങൾ കിട്ടാനില്ല, ചൂയിങ്കം കിട്ടാനില്ല, മാൾബറോ സീട്ട് മേടിക്കാനൊക്കത്തില്ല, ജർമ്മൻ ബിയർ മേടിക്കാനൊക്കത്തില്ല. ഇതൊക്കെ ഒരു വിദേശികൾക്ക് മാത്രം വാങ്ങാവുന്നൊരു കടയിൽ നിന്ന് മാത്രമാണ് കിട്ടിയിരുന്നത്. അപ്പോൾ വിദേശീയ സ്റ്റുഡൻസിന് അവർ കാശ് കൊടുത്തിട്ട്, ഇപ്പോൾ നമ്മളോടൊക്കെ പറയും നീ എനിക്കൊരു ബ്ലോക്ക് മാൾബറോ മേടിച്ച് തരൂ. മാൾബറോയുടെ വില അന്നത്തെ ഒരു ബ്ലോക്കിൻ്റെ വില $10 ആണെങ്കിൽ അവർ നമുക്ക് $15 തരും. $5 നമുക്ക് ടിപ്പായിട്ട്. അപ്പോൾ നമുക്ക് വിദേശികൾക്ക് മാത്രമേ അതിനകത്ത് പോയി മേടിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അന്ന് അത് തന്നെ ഈ അസ്വസ്ഥതയുടെ ഒരു കാരണമായിരുന്നു. വിദേശികൾക്ക് സുഖമായിരുന്നു, അവിടുത്തുകാർക്ക് പ്രയാസമായിരുന്നു. അതൊരു ഞെട്ടലായിരുന്നില്ലേ? കാരണം സ്വർഗ്ഗരാജ്യം നമ്മൾ കരുതിയിട്ട്. തീർച്ചയായിട്ടും അതൊരു ശരിക്കും ഞാനിവിടുന്ന് നമ്മുടെ പാർട്ടി ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഒരു ശരിക്കും യഥാർത്ഥമായിട്ട് സോവിയറ്റ് യൂണിയൻ സ്വർഗ്ഗരാജ്യം ഒന്ന് വിചാരിച്ചുകൊണ്ട് പോയ മനുഷ്യനായിരുന്നു. അവിടെ ചെന്നപ്പോൾ വലിയ നിരാശയായി. ഞാനത് പാർട്ടിക്കാരോടൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും അവർക്ക് യാഥാർത്ഥ്യങ്ങളോട് യാതൊരു വിവരത്തില്ല. അവർ ഈ ഇവിടെ കാണുന്ന സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ പുസ്തകങ്ങളും അതിൽ കൂടെയുള്ള കഥകൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അവിടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്സ്, നമ്മുടെ ആൾക്കാർക്ക് വേണ്ട എല്ലാ ബേസിക്സും അവിടെ ഉണ്ട്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് ഫ്രീ ആണ്, എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ഫുഡ് ഫ്രീ ആണ്, ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ്. അങ്ങനെയുള്ള എല്ലാ, അതായത് സാധാരണക്കാരന് കുഴപ്പമില്ല ജീവിക്കാം. പക്ഷെ അവന് കംഫർട്ടില്ല, അവൻ്റെ ഇഷ്ടമുള്ളത് വാങ്ങാൻ ചോയ്സ് ഇല്ല. അതാണ് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ നേരിട്ട പ്രതിസന്ധി. അതെ അതെ, എല്ലാവർക്കും അതുപോലെ തന്നെ സ്വകാര്യ സ്വത്തില്ലല്ലോ, എല്ലാവർക്കും തുല്യമായ. പിന്നെ ഈ സോവിയറ്റ് യൂണിയൻ തകർച്ച ആരംഭിക്കുമ്പോൾ അവിടെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? അത് വല്ലാതെ അത് ഞെട്ടലുണ്ടായിരുന്നോ? അതോ? തീർച്ചയായിട്ടും ഒരു ഞെട്ടലുണ്ടായിരുന്നു. ഇത്രയും ഇങ്ങനെ പെട്ടെന്ന് അതും വിത്തിൻ ഒരു ആഴ്ചക്കകത്തുള്ള ഇതെല്ലാം സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്തുള്ള നമുക്കറിയില്ലായിരുന്നല്ലോ. നമ്മൾ കാണുന്നത് പെട്ടെന്നുള്ള ഈ 15 രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നു, അങ്ങോട്ട് പോയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എൽസനും 4-5 മറ്റു ഉക്രൈനും ബെലാറൂഷ്യയും കസഖ്സ്ഥാനും ചേർന്നൊരു കരാറിൽ ഒപ്പിടുന്നു, ഞങ്ങളെല്ലാവരും സ്വതന്ത്രരാകുകയാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ പെട്ടെന്ന് സ്വതന്ത്രരായി. ഗോർബച്ചോവിനെ പിടിച്ച് ഹൗസ് അറസ്റ്റിൽ വെക്കുന്നു. അങ്ങനെ ആർക്കും ഒന്നും മനസ്സിലാകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഈ റഷ്യക്കകത്ത് തന്നെ ഈ സോവിയറ്റ് യൂണിയൻ്റെ അനുഭാവികൾ ഒത്തിരി പേരുണ്ടായിരുന്നു. അവരാണ് ടാങ്കൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും. അപ്പോൾ എൽസൺ ടാങ്കിൻ്റെ പുറത്ത് കയറിയെന്ന് സംസാരിച്ചതും ആ ചിത്രങ്ങളൊക്കെ ലോകം മുഴുവൻ കണ്ടതാണ്. അങ്ങനെ പെട്ടെന്നൊരു തകർച്ചയായി. പിന്നെ 91 തൊട്ട് 2000 വരെ ഒരു കയോട്ടിക് സിറ്റുവേഷനായിരുന്നു. ഈ എൽസിൻ അന്നേ ഉടക്കായിരുന്നോ ഈ സംഭവത്തിന് മുമ്പ്? അതുവരെ നമുക്കറിയത്തില്ല, പാർട്ടിക്കാരനായിട്ട് തന്നെ വന്നതല്ലേ? അതെ, പാർട്ടിക്കകത്ത് ഉടക്കായിരുന്നു. അത് ഒരു വിമതനായിരുന്നു പാർട്ടിക്കകത്ത്. അങ്ങനെ അദ്ദേഹത്തിന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം ഈ ഒരു വിപ്ലവം സൃഷ്ടിച്ച്, വിപ്ലവം എന്ന് പറയാനൊക്കത്തില്ല. പിന്നെ എത്ര കാലം ഈ അരാജകത്വം നീണ്ടു വന്നു? അരാജകത്വം 99 വരെ, 10 വർഷത്തോളം. അല്ല, അന്നത്തെ അവസ്ഥ എന്നാ? സാമ്പത്തികമായിട്ട് ഒരുപാട് തകർന്നു. ഗുണ്ടായിസം, എല്ലാം പിടിച്ചുപറി, കൊള്ളക്കാരുടെ ഭരണം, എല്ലാം രാജ്യസ്വത്തുക്കളൊക്കെ എടുത്ത് ആൾക്ക് ഇങ്ങോട്ടും വിൽക്കുക, പ്രൈവറ്റൈസേഷൻ. അന്നിപ്പോൾ ഞാനൊരു ഫാക്ടറിയുടെ ഡയറക്ടറായിരുന്നെങ്കിൽ ആ ഫാക്ടറി എനിക്ക് എൻ്റെ പേരിൽ എഴുതിയെടുക്കുക, ആരും എന്നോട് ചോദിക്കത്തില്ല, ഞാൻ എൻ്റെ പേരിലും എഴുതി. അങ്ങനെയാണ് സ്വകാര്യ സ്വത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഇപ്പോൾ ഉള്ള റഷ്യയിലെ മുതലാളിമാരൊക്കെ അന്നത്തെ പാർട്ടി നേതാക്കന്മാർ തന്നെയായിരുന്നു അല്ലേ? അതെ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവർക്ക് പോയി. അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ചിലരൊക്കെ പുറത്തുള്ളവരൊക്കെ ഈ കട്ടെടുത്തു, ഈ പൊതുമേഖലാ സ്ഥാനത്തിൽ ആൾക്കാരെ കൊല്ലുകയും അവിടുന്ന് പിടിച്ച് പുറത്താക്കുകയും ചെയ്തിട്ട് ആ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കും. കൊള്ളക്കാർ അങ്ങനെയുണ്ട്. അതൊക്കെ പിന്നെ മുതലാളിമാരായിട്ട് ഇപ്പോൾ വാഴുന്നുണ്ടായിരിക്കും എല്ലാവരും. പിന്നെ അതൊക്കെ ഇപ്പോൾ വൈറ്റ് കോളറായി മാറി, അവരെല്ലാവരും ഒലിഗാർക്സായിട്ട് മാറി. ഈ മറ്റേ ബോറിസ് ബെറസ്നോവ്സ്കി അങ്ങനെ കുറേ ടീമുള്ള ബെരിസോവ്സ്കി, അദ്ദേഹം മരിച്ചുപോയി. അയാളൊക്കെ ആയിരുന്നു അന്നത്തെ പ്രധാന ആളായിരുന്നു. അതെ. ഇയാളോ നമ്മുടെ ചെൽസിയുടെ ഓണറായിരുന്നേ, റൊമാൻ അബ്രമോവിച്ച്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം അന്നാണ് പൊങ്ങി വന്നത്. അദ്ദേഹം പാർട്ടിക്കാരനായിരുന്നു, നേതാവായിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഒരു ബിസിനസ്സുകാരനായിരുന്നു, വളരെ ബിസിനസ് മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് എൽസൺ കുടുംബമായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു. അപ്പം അടുപ്പമുള്ളതുകൊണ്ട് ഇയാൾക്ക് അടുപ്പമുള്ളതുകൊണ്ട് ഇയാൾക്ക് എൽസൺ കുടുംബം എല്ലാ അനുഭവങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ തുടങ്ങുന്നത്.
അന്ന് ആ പ്രതിസന്ധി ഉണ്ടായപ്പം പട്ടിണി ഉണ്ടായോ? പട്ടിണി ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ പട്ടിണിയും അവരുടെ പട്ടിണിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് അവരുടെ പട്ടിണിയിലാണെന്ന് പറയുന്നത് 3 നേരത്തെ ആഹാരം കിട്ടും, പക്ഷേ ഇഷ്ടമുള്ള ആഹാരം കിട്ടത്തില്ല എന്നേ ഉള്ളൂ. ഈ സംഘർഷം ഉള്ളപ്പോഴും ഈ പ്രശ്നം ഉള്ളപ്പോഴും ഭക്ഷണം കിട്ടും, അത് തുടരുന്നുണ്ടായിരുന്നു. ഇഷ്ടമുള്ള ആഹാരം കിട്ടത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ആളുകൾ ജോലിക്കൊക്കെ ഇഷ്ടത്തിന് പോകാൻ തുടങ്ങി. ഇഷ്ടത്തിന് പോകുന്നത്. അപ്പം പഴയ കൺട്രോളെല്ലാം പോയവരും പ്രൈവറ്റ്. അതെ. അപ്പോൾ നിങ്ങളൊക്കെ അപ്പോൾ എന്താ ചെയ്തത് ആ സമയത്ത്? അങ്ങ് അവിടെ ചെല്ലുമ്പോൾ അങ്ങ് ഞാൻ സ്റ്റുഡൻ്റ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ അവിടുത്തെ റഷ്യൻ റേഡിയോ സ്റ്റേഷനിൽ അന്ന് മലയാളത്തിലേക്ക് ഒരു ന്യൂസ് പ്രക്ഷേപണം ഉണ്ടായിരുന്നു. അതിൻ്റെ ന്യൂസ് റീഡറായിട്ട് പാർട്ട് ടൈം ജോലി. ശരി. മോസ്കോ റേഡിയോയുടെ മലയാളം ഉണ്ടായിരുന്നു. മലയാളം. അപ്പോൾ എല്ലാ ഭാഷയും ഉണ്ടായിരുന്നു? എല്ലാ ഭാഷയിലും. തമിഴിലുണ്ടായിരുന്നു, എല്ലാ ഭാഷയിലും. ഈ രാജ്യം മുടിയാൻ പ്രധാന കാരണം അതല്ല, ആവശ്യമില്ലാതെ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോയി. എല്ലാ പരിപാടി മലയാളത്തിൽ അവർ ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ലേ, ഒരു പ്രയോജനമില്ല ശരിക്കും. ഇപ്പം ഞാൻ ആ മീഡിയ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുമ്പോൾ എനിക്കറിയാം അതൊരു ഭയങ്കര വേസ്റ്റായിരുന്നു. അങ്ങനെ ആയിരിക്കും അവരുടെ മെയിൻ. ഇതുപോലെ ആയിരിക്കല്ല. ഇല്ല, പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി കളഞ്ഞ പടം. അതെ. അങ്ങനെ അവിടെ വർക്ക് ചെയ്തു. ഈ റെജി മേനോൻ്റെ കമ്പനി. അപ്പോൾ അദ്ദേഹത്തിന് ശ്രീ റെജി മേനോൻ്റെ അന്ന് അദ്ദേഹം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങുന്ന ആ സമയത്ത് അന്ന് ഞാൻ ആ കമ്പനിയിൽ പാർട്ട് ടൈം ജോലിക്കായിരുന്നു. പാർട്ട് ടൈം ജോലിക്ക് നിൽക്കുമ്പോൾ തന്നെ ഡോക്ടർ മേനോൻ എനിക്ക് ഓഫർ തന്നു അവിടുത്തെ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആകാനായിട്ട്. അങ്ങനെ ഞാൻ റെപ്രസെൻറ്റേറ്റീവായി ഏഷ്യാനെറ്റ് തുടങ്ങുന്ന സമയത്ത് ഞാനൊരു 96 വരെ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് എനിക്ക് തോന്നുന്നു റെജി മേനോൻ ഇൻവെസ്റ്റ് ചെയ്തു. അതെ, ശശികുമാർ അല്ലേ? ശശിയാണ് എഡിറ്റർ. അതെ. അന്ന് റെജി എന്നെങ്ങനെ അത്രയും സമ്പന്നനായി? അത് നേരത്തെ അവിടെ അദ്ദേഹം ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ. അതെ. അന്ന് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തും പറ്റുമായിരുന്നോ? ഇല്ല, അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഗവൺമെൻറ് ബിസിനസ് ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ നിന്നായിരുന്നു ഒരു ചായ മേടിച്ചിരുന്നു, സ്പെയർ പാർട്സ് ഒക്കെ മേടിച്ചു. അത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം അതിൽ ഒരാളായിരുന്നു അത് ചെയ്യുന്നത്. അദ്ദേഹം അങ്ങനെ ബിസിനസ് ചെയ്ത് കാശുണ്ട്. അദ്ദേഹം പഠിക്കാൻ വന്നവരാണ്. പഠിക്കാൻ വന്നത് അദ്ദേഹം ഡോക്ടറാണ്. എന്നിട്ട് അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വന്നു. അങ്ങനെ ബിസിനസ് കാശുണ്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് ആയിരുന്നു ഏഷ്യാനെറ്റ്. അദ്ദേഹമാണ് തുടങ്ങിയത്. അദ്ദേഹത്തിന് കാശിട്ടതും ഒരുപാട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ ഇതിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും ഒരുപാട് പ്രയത്നവും ചെയ്തിട്ടുണ്ട് ഈ ഏഷ്യാനെറ്റ് കെട്ടിപ്പടുത്താനായിട്ട്. അദ്ദേഹം എന്നിട്ട് ശശികുമാർ സാറിനെ എൻ്റെ മാനേജിങ് എഡിറ്ററാക്കുന്നതും ഒക്കെ അന്ന് അവിടെ. അതായത് അപ്പോൾ അന്ന് അങ്ങ് റഷ്യൻ ഹെഡായിരുന്നു. അതെ, റഷ്യയുടെ പ്രതിനിധിയായിരുന്നു. ഹെഡൊന്നുമില്ല, റഷ്യയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, വാർത്ത വായിക്കുന്ന ആ സമയത്ത് അവിടെ നിന്ന് കണ്ടായിരുന്നോ? അല്ല ഇവിടുന്ന് ടേപ്പ് കൊണ്ടുവന്നിട്ട് അവിടുത്തെ സാറ്റലൈറ്റ് കൂടെ കടത്തി വിടുക. അന്ന് ഈ ബീറ്റെക്കാം ക്യാമറയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ബീറ്റെക്കാം ടേപ്പുകൾ എല്ലാ ദിവസവും വിമാനത്തിലൂടെ. അല്ല, അപ്പോൾ വൈകിയല്ലേ വാർത്ത വരത്തുള്ളൂ? ലൈവ് ഇല്ലായിരുന്നല്ലോ. അല്ല, എന്നാലും ഇന്നത്തെ വാർത്ത നാളേക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അവിടെ കൊടുത്തത്. അതെ. എത്ര കാലം ഏഷ്യാനെറ്റ് തുടർന്നു അവിടെ? ഞാൻ 96 വരെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ റെജി അവിടുത്തെ സ്പുട്നിക് മാറ്റി സാറ്റലൈറ്റ് മാറ്റിയിട്ട് സിംഗപ്പൂരേക്ക് പോയി. അങ്ങനെയാണ് അവിടുത്തെ ബ്യൂറോ ഓഫീസ് പൂട്ടി. അപ്പോൾ ഏഷ്യാനെറ്റ് വിട്ടു. പിന്നെ അങ്ങനെ ചെയ്തു. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. എന്തുകൊണ്ടാണ് ഈ വലിയൊരു ഞാൻ പറഞ്ഞ പഠിക്കാൻ ചെന്നാണ്, അപ്പോൾ അവിടെ അത്രയും കുഴപ്പമുണ്ടാവും, തിരിച്ചു വരാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഞാൻ അവിടെ ഒരു സ്ത്രീയുമായിട്ട് പ്രേമബന്ധത്തിലായി. അവരെ കല്യാണം കഴിച്ചു. റഷ്യക്കാരി. അത് അങ്ങനെ അവിടെ അങ്ങ് സെറ്റിലായി. പിന്നെ എൻ്റെ ഒരു ക്ലാസ്സിൽ പഠിച്ചതിലാണോ? അല്ല, അവർ ബയോളജി പഠിച്ചവരാ. പിന്നെ എൻ്റെ ഒരു ഡ്രീം ഇതായിരുന്നു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക, മീഡിയയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ എനിക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ മീഡിയയിലായിട്ട് വർക്ക് ചെയ്യാനായിട്ട് വളരെ കോമ്പറ്റീഷനാണ്. ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്രം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് മാറി. അപ്പോൾ അല്ല, അതപ്പോൾ അവരോട് ചോദിച്ചു, അവിടെ എടുത്തു. അവർ തന്നെ അപ്രോച്ച് ചെയ്തു എന്നോട്. ആണോ? ടൈംസ് ഓഫ് ഇന്ത്യയുടെ മോസ്കോ പ്രതിനിധിയായി മാറി. ആ പ്രതിസന്ധി ഘട്ടമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ ആ സമയത്ത്? ഉണ്ടായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യക്ക് പറയുന്നുണ്ടായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അങ്ങനെ അവർ കറസ്പോണ്ടൻ്റ് ആയിട്ടല്ല വെക്കുന്നത്. ഞാൻ ന്യൂസ് കണ്ടൻറ്റ് കൊടുക്കുക, അവർ ലോക്കൽ സ്റ്റാഫ് റിപ്പോർട്ടർ അതിനെക്കുറിച്ച് എഴുതും. ടൈംസ് ഓഫ് ഇന്ത്യയുടെ കോൺട്രിബ്യൂട്ടറാണ്. അങ്ങനെയാണ്. വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? വേറെ ആരുമില്ല അവർക്ക് അവിടെ? അവിടെ ഓഫീസൊക്കെ നമ്മളെടുത്തു. അതെ, ടൈംസ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി. അതിപ്പോഴും തുടരുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിത്വത്തിന് ഇപ്പോഴും തുടരുന്നുണ്ട്. കൂടാതെ ഞാനൊരു സ്വന്തമായിട്ടൊരു മീഡിയ ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഇപ്പോഴും വാർത്ത കൊടുക്കാറുണ്ട്. അവർക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് കൊടുക്കാറുണ്ട്. എല്ലാവരും പറയും ഇന്ന ഒരു വിദേശമന്ത്രിയായിട്ടൊരു ഇൻ്റർവ്യൂ ഓർഗനൈസ് ചെയ്യൂ. അപ്പം ഞാൻ അതെല്ലാം ചെയ്തു കൊടുക്കും. അവിടെ നിന്നുള്ള ഈ വിദേശ എഴുതുന്ന റിപ്പോർട്ടർ അവിടെ വന്ന് അദ്ദേഹത്തിന് ചെയ്യും. അതുപോലെ തന്നെ അങ്ങ് കോളം ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ കോളമായിട്ട് ചെയ്തില്ല. ഇപ്പോൾ ചെയ്യുന്നത് കൺട്രി റിപ്പോർട്ടാണ്. അതായത് ഇപ്പോൾ റഷ്യയെക്കുറിച്ചിട്ട് ഞങ്ങളൊരു സ്പെഷ്യൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് റഷ്യ പെർസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് റഷ്യയുടെ ശരിക്കുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ
വായനക്കാരെ അറിയിക്കുക എന്നുള്ളൊരു സ്പെഷ്യൽ റിപ്പോർട്ട് എക്കണോമിക് ടൈംസിൽ ചെയ്യുന്നുണ്ട്. എക്കണോമിക്സ് ടൈം ചെയ്തത് മാസത്തിൽ ഒരു പ്രാവശ്യമാണ് ചെയ്യുന്നത്. റഷ്യ പെർസ്പെക്റ്റീവ്സ്. പിന്നെ കൂടാതെ ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നു. അതിന് വേറൊരു പ്രസിദ്ധീകരണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ ഒരു ചെറിയൊരു കമ്പനിയുണ്ട്, അതായത് റഷ്യ ഇന്ത്യ കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറഞ്ഞിട്ട്, RIC മീഡിയ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞങ്ങൾ ഇങ്ങനെ ആർക്കെങ്കിലും ന്യൂസ് വേണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കൊടുക്കും. പിന്നെ ഏത് കോളേജിലാണ്? യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പോയ യൂണിവേഴ്സിറ്റി? അപ്പോൾ അവിടെ തന്നെയാണ്. ആ യൂണിവേഴ്സിറ്റി ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. വിദേശ വിദ്യാർത്ഥികളുണ്ടോ? ഉണ്ട്. എവിടെ നിന്നൊക്കെ? 150 രാജ്യങ്ങളുണ്ട്. അവിടുത്തെ ജേർണലിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്? ജേർണലിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എന്താ പഠിപ്പിക്കുന്നത്? മീഡിയ മാനേജ്മെൻറ്റ്. ഇപ്പോൾ എത്ര കാലമായി? 12 വർഷമായി അവിടെ പഠിപ്പിക്കുക. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്, അത് പഠിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അത് ഈ മോഷണവും പിടിച്ചുപറിയൊക്കെ നടന്നിരുന്നില്ലേ? അന്ന് സുരക്ഷയുടെ പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതിനെയൊക്കെ എങ്ങനെ അതിജീവിച്ചേ? ഒരു ദൈവഭാഗ്യം എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ മലയാളികളിൽ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഒരുപാട് പേരുണ്ടായിരുന്നു. രാജുവിനെതിരെ അറ്റാക്ക് കണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഇങ്ങനെ പലർക്കും. അന്ന് രാജുവിനെ ഞാൻ കണ്ടപ്പോൾ രാജു പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും, ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ പിടിച്ചുപറിയിലൊക്കെ എല്ലാവരും പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നും സംഭവിക്കാതെ പോന്നു. അതെ, അന്ന് എന്നെയും ചെറുതായിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നൈഫ് പോയിന്റിൽ നമ്മൾ വന്നിട്ട് പേഴ്സൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടാകും. ലിഫ്റ്റ് കയറുമ്പോഴത്തേക്കും കൂടെ കയറി വന്നിട്ട് നമ്മൾ വിചാരിക്കും കോ പാസഞ്ചറാന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ ലിഫ്റ്റ് നിർത്തിയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് തൂക്കോ കത്തിയോ എടുത്തിട്ട് കഴുത്തി വെച്ചിട്ട് കയ്യിലുള്ള പോക്കറ്റിലുള്ള കാശൊക്കെ തരാൻ പറയും. ചെയിൻ പിടിച്ച് പറിക്കും. ഈ അന്ന് ബിസിനസ് തന്നെ തുടങ്ങാഞ്ഞേ? അന്ന് ഭയങ്കര സ്കോപ്പല്ലായിരുന്നു? അതെ, ഭയങ്കര സ്കോപ്പായിരുന്നു. എല്ലാവരും തുടങ്ങി. റെജിമേനോട് ഒരുപാട് വലുതാക്കിയപ്പോൾ വളരെ വലിയ, അദ്ദേഹം വളരെ വലിയ. എനിക്കൊന്ന് ഈ കെയ്യോസിലാണ് അദ്ദേഹം അത് വളരെ. അതെ. പിന്നെ വേറെ മലയാളികൾ നന്നായി ചെയ്ത രാജു നായരുണ്ട്. പിന്നെ ഒരു ശ്രീ രാജു. ഞാൻ അന്ന് വന്നത് ഓർമ്മയുണ്ടല്ലോ ആ സമയത്ത്. അന്ന് ഞാൻ സോവിയറ്റ് യൂണിയൻ മോസ്കോ വരുമ്പം രാജു നായർ എന്നോട് പറഞ്ഞ കഥ, അന്ന് സാധനങ്ങളൊന്നും ലഭ്യമല്ലല്ലോ. അതെ. അപ്പം വിമാനത്തിൽ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്നു. അതെ. അപ്പം എന്നാ വന്നാലും അപ്പം പിടിച്ചോറിയായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷന് മുകളിലേക്ക് താമസം മാറ്റിയെന്ന് പറഞ്ഞു, സേഫ്റ്റിക്ക് വേണ്ടി. പോലീസ് സ്റ്റേഷന് വീടിൻ്റെ മുകളിലേക്ക്. അതെ, ശരിയാണ്. ഇപ്പം രാജുവിന് വേറെ വീടൊക്കെയാണ് അവിടെ? രാജുവിന് പ്രത്യേക വീടൊക്കെയാണ്. നമുക്ക് വീട് മേടിക്കാവോ അവിടെ? മേടിക്കാം. മലയാളികൾ മേടിക്കുന്നുണ്ട്. പിന്നെ പിന്നെ ഉള്ളത് അത് കഴിഞ്ഞ് പഠനം നിർത്തി അങ്ങ് ഇതിൽ തൊഴിലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് മലയാളി കമ്മ്യൂണിറ്റിക്ക് ഒന്ന് പറഞ്ഞേ, മലയാളികൾ ഇപ്പോൾ ഒരു 170-200 പേരുണ്ടാവില്ല. അന്നും അത്ര ഉണ്ടായിരുന്നു? അത്രേ ഉള്ളൂ. ഓർമ്മയുണ്ടോ ഞാൻ അന്ന് മറ്റേ മോസ്കോ യൂണിവേഴ്സിറ്റിയിലെ ഹാളിൽ യാദൃശ്യമായി എത്തപ്പെടുന്നത്? എത്ര വർഷമായില്ലേ? അതെ. എന്നിട്ട് അന്ന് അമ്മയെന്ന് പറഞ്ഞ സംഘടന, അതെ, പ്രേക്ഷകരുടെ അറിവിന്, അതായത് ഒരു 10-25 വർഷം മുമ്പ് ഞാൻ മോസ്കോയിൽ പോയിരുന്നു എൻ്റെ ഭാര്യയുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട്. അന്ന് ഞങ്ങളവിടെ മലയാളികളുടെ ഒരു യോഗം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ തപ്പിപ്പിടിച്ചെന്നു ചെല്ലുന്നത്. അന്ന് അമ്മയെന്ന് പറയുന്ന സംഘടനയുടെ ഉദ്ഘാടനമായിരുന്നു. ഞങ്ങളായിരുന്നു ഉദ്ഘാടകരായി മാറിയത്. അന്ന് എനിക്ക് റെജിമേനോ വന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ഘാടകരായി മാറുന്നത്. അതേപോലുള്ള മലയാളികളൊക്കെ തന്നെയാണ് ഇപ്പോൾ. ആ അസോസിയേഷൻ ഇപ്പോഴും ഉണ്ട്. വളരെ ആക്റ്റീവാണ് അമ്മ എന്ന് പറയുന്നത്. വളരെ ആക്റ്റീവ്. ആരാ ഇപ്പോൾ പ്രസിഡന്റ്? ഇപ്പോൾ ഒരു ശ്രീ ബിനു എന്ന് പറയും. അദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സുള്ള ഒരു മനുഷ്യൻ. ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സാണ് തോന്നുന്നു അവിടെ കൂടുതലുള്ളതല്ലേ? അതെ. ഞാനിന്നിപ്പം ദത്തനുണ്ട്, ഡോക്ടർ ഇഫ്തിഖാർ, നൗഷാദ്, ഡോക്ടർ നൗഷാദ്, ഡോക്ടർ മുഹമ്മദ് അലി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. അതെ, അവരെല്ലാവരും ഉണ്ട്. ഡോക്ടർ ഇഫ്തിഖർ എനിക്ക് ഒന്നും അവിടെ നിന്ന് വിട്ടു. ഇഫ്തിഖാർ ഇപ്പം അവിടെയും റഷ്യയും ദുബായും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ദുബായ്, റഷ്യയും, പിന്നെ തിരുവനന്തപുരത്ത് വരാറുണ്ട്. ഉണ്ണി അവിടെ തന്നെയുണ്ട്. ഉണ്ണി വല്ലപ്പോഴും വിളിക്കാറുണ്ട്. ഉണ്ണി കേരളയിൽ തുടങ്ങിയപ്പം ഉണ്ണി കേരളയിൽ തുടങ്ങട്ടെ എന്നിട്ട് വരാമെന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നൗഷാദും മുഹമ്മദ് അലിയായിട്ട് പിന്നെ കണക്ഷൻ ഇല്ല, ഇഫ്തിഖാറുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഡോക്ടർ നൗഷാദ് വളരെ ഫേമസ് ആണ് അവിടെ. ഡോക്ടർ മുഹമ്മദ് അലി രണ്ടുപേരും ഒരുപോലെ ആയുർവേദത്തിൽ വളരെ ഫേമസ് ആയ ഡോക്ടേഴ്സ്. ആയുർവേദത്തിന് അവിടെ അംഗീകാരമുണ്ട്. എനിക്ക് തോന്നുന്നത് നൗഷാദ് മോഡേൺ മെഡിസിൻ പഠിച്ചതാ. രണ്ടുപേരും മോഡേൺ മെഡിസിൻ പഠിച്ചതാ. ആയുർവേദം പഠിച്ചിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദമാണ് അല്ല, രണ്ടുപേരും ഇപ്പോൾ ഒരു ആയുർവേദം മാത്രമേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. രണ്ടുപേരും ആയുർവേദത്തിലും അവർക്ക് ഡിഗ്രി ഉണ്ട്, മോഡേൺ മെഡിസിനിലും ഡിഗ്രി ഉണ്ട് രണ്ടുപേർക്കും. അവർ ഫേമസ് അവിടെ, വളരെ ഫേമസാണ്. സ്വന്തം ക്ലിനിക്കൊക്കെയാണോ? ഡോക്ടർ നൗഷാദിന് സ്വന്തം ക്ലിനിക്കും, ഡോക്ടർ മുഹമ്മദ് അലി ഒരു റഷ്യൻകാരുടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാണ്, ചീഫ് ഫിസിഷ്യൻ. ഒരിക്കൽ കൂടി ഞാൻ വരാം, എല്ലാവരും തീർച്ചയായിട്ടും വരണം. എന്നിട്ട് വേറെ ബിസിനസ് മലയാളികൾ വേറെ ബിസിനസ്സുകാർ വല്ലതും ഉണ്ട്. ഒരു ശ്രീ സുദീപ് നായരുണ്ട്, മക് കോഫി എന്ന് പറഞ്ഞൊരു കോഫി ബിസിനസ്സിൽ വളരെ നമ്പർ 1 എന്ന് തന്നെ പറയാം. ആണോ? മോസ്കോയിൽ സുദീപ് നായർ.
പിന്നെ ഒരു അതൊക്കെ പിന്നീട് വന്ന് തുടങ്ങിയതായിരിക്കും business. അല്ല അതെ സുധീർ നായർ അന്ന് 96 ഉണ്ടായിരുന്നു. അന്ന് അത് വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ 99 കണ്ട് അദ്ദേഹം കമ്പനി തുടങ്ങി. അല്ല, ഈ പുറ്റിൻ്റെ ഈ മോഡേൺ റഷ്യ തുടങ്ങിയതിന് ശേഷം മലയാളികൾ അങ്ങനെ പുതിയ സംരംഭം തുടങ്ങിയിട്ടില്ല. സംരംഭം തുടങ്ങിയിട്ടില്ല. അത് അത്ഭുതമാണല്ലോ, തുടങ്ങേണ്ടതാണല്ലോ. കുടിയേറ്റവും കുറവാണോ? കുറവാണ്, വളരെ കുറവാണ്. അവിടെ താമസിക്കുന്ന മലയാളികളിൽ ഈ 90% ആൾക്കാരും കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ്. അക്കൗണ്ടൻ്റായിട്ടും മാനേജറായിട്ടും ഒക്കെ ജോലി ചെയ്യുന്നവരാണ്. അവിടെ റഷ്യയിൽ അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടോ ഇപ്പോൾ? ശമ്പളം ഇന്ത്യയുടെ ശമ്പളം മാതിരിയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റേ യൂറോപ്പിലെ ശമ്പളം ഇല്ല. ഇല്ല ഇല്ല. ഈ അന്നത്തെ പോലെ തന്നെ മഞ്ഞൊക്കെ ഇപ്പോഴും ഉണ്ട്. 2-3 മാസം മഞ്ഞ. അതെ, 6 മാസം മഞ്ഞ. 6 മാസം മഞ്ഞ. അതെ. സൈബീരിയൊക്കെ ഇരുട്ടായിരിക്കും എപ്പോഴും ആ സമയത്ത്. ഞാനന്ന് സൈബീരിയയിൽ കൂർഗൻ വരെ പോയിരുന്നു. അന്ന് ഡോക്ടർ ഷാജി എന്ന് തോന്നുന്നു, അവിടെ ഒരു കുർഗൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, ഈ ഓർത്തോപീഡിക്. അതെ, നല്ല രസമായിരുന്നു അന്നത്തെ അനുഭവങ്ങളൊക്കെ, നല്ല രസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് തോന്നല്ലേ? ഒത്തിരി വരുന്നുണ്ട്. അവരിങ്ങോട്ടും വരുന്നുണ്ട്. അവർ റഷ്യക്കാർ ഒത്തിരി പേര് കേരളത്തിലേക്ക് വരുന്നുണ്ട് ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി. റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി ഒരുപാട് മെച്ചപ്പെട്ടു. വളരെ മെച്ചപ്പെട്ടു. യുദ്ധം തുടങ്ങിയ ശേഷം വളരെ മെച്ചപ്പെട്ടു എന്ന് പറയാം. യുദ്ധം തുടങ്ങിയതിന് ശേഷം അതെങ്ങനെ? അവർ സെൽഫ് സഫിഷ്യൻ്റായി. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനവും അവൈലബിൾ ആണ്. പക്ഷേ 90% സാധനങ്ങൾ അവിടെ ഉണ്ടാക്കുന്നതാണ്. എങ്ങനെ യുദ്ധം ഗുണം ചെയ്ത് എങ്ങനെ മനസ്സിലായില്ല? യുദ്ധം ഗുണം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാങ്ഷൻ വന്നതോടുകൂടി ഇവർക്ക് ഇവർ ഒരു സെർട്ടൺ ക്വാളിറ്റി ഓഫ് ലൈഫിൽ അവർ ജീവിച്ചവരാണല്ലോ. അപ്പോൾ അവർക്ക് ആ സാധനങ്ങളെല്ലാം വേണം താനും. അപ്പോൾ ഈ യുദ്ധം വന്നപ്പോൾ ഓൾ ഓഫ് സഡൻ എല്ലാം നിന്നു. അപ്പോൾ ഇവർക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലായിരുന്നു മറ്റുള്ള കാര്യങ്ങളിലൊന്നും. പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് റഷ്യക്കാർ ആ കാര്യത്തിലേക്ക് വളരെ മിടുക്കരാണ്. ഒരു 1.5 വർഷം കൊണ്ട് എല്ലാം പഠിച്ചെടുത്തു. പഠിക്കാത്ത സാധനങ്ങൾ ഇരട്ടി വില കൊടുത്തിൽ, ഇരട്ടിയല്ല, ഒരു 4 ഇരട്ടി വില കൊടുത്ത് അതിലെ മേടിച്ചു. ആ ടെക്നോളജിയൊക്കെ മേടിച്ച് ഇപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഫുഡ് സ്റ്റഫ്സും അവിടെ തന്നെ ഉണ്ട്. ഒന്നും പുറത്ത് വരുന്നില്ല. പാല്, ഇറച്ചി ഒന്നും പുറത്തുനിന്ന് വരുന്നില്ല. ശരി. അപ്പം യുദ്ധം ഗുണം ചെയ്തു. സാമ്പത്തിക വളർച്ച ഉണ്ടായി. റൂബിളൊന്നും തകർന്നില്ല. അത് ആ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ട്. അന്ന് 70 ആയിരുന്നു, ഇന്ന് 80. ഇത്രയേ ഉള്ളൂ. അതിനകത്ത് വലിയ ഫ്ലക്ച്വേഷൻ ഒന്നുമില്ല. അതായത് $1 എന്ന് പറഞ്ഞാൽ 70 റൂബിൾ അല്ലേ? ഇന്നത്തെ കാലത്ത് 85 റൂബിൾ. അന്ന് യുദ്ധം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ രൂപ പോലെ തന്നെ. അതെ. ഇന്ത്യൻ രൂപയുടെ അതേ വില. അതെ. ഇപ്പോൾ ഇന്ത്യൻ രൂപയും റൂബിളും തമ്മിൽ, ഇപ്പോൾ എനിക്ക് അവിടുന്ന് ഇപ്പോൾ താങ്കൾക്ക് 10 രൂപ അയക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ബാങ്ക് കാർഡിൽ നിന്ന് താങ്കളുടെ പേരിലേക്ക് അയക്കാം. ഏകദേശം ഒരേ റേറ്റ് ആണോ? ഒരേ റേറ്റ്, ഓൾമോസ്റ്റ് ഒരേ റേറ്റാണ്. $10 അയച്ച് 10 റൂബിൾ അയച്ചാൽ 10 രൂപയായിരിക്കും ഇവിടെ കിട്ടുന്നത്. അതെ, ഓക്കെ. അപ്പോൾ അവിടെ ജീവന നിലവാരം ഉയർന്നു. ആളുകളുടെ മൊത്തത്തിൽ ബിസിനസ്സൊക്കെ പുഷ്ടിപ്പെട്ടു. അവിടെ ഇപ്പോൾ പ്രൈവറ്റ് വീടുകളായില്ല. അപ്പോൾ പഴയ വീടുകളൊക്കെ ആളുകൾ എടുക്കുമായിരുന്നു. എല്ലാം ഗവൺമെൻറ് വീടുകളൊക്കെ ആളുകൾക്ക് കൊടുത്തു, ഗവൺമെൻറ് കൊടുത്തു. ഇപ്പം സ്ട്രീറ്റിലൊക്കെ ആളുകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എന്നാൽ ഇത്ര ഇല്ല. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ചെയ്യാം, എല്ലാം കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഇപ്പം മാഫിയ ഒന്നുമില്ല. മാഫിയ. പോലീസ് സ്ട്രോങ് ആണ്. ഞാൻ വരുമ്പോൾ പോലും പോലീസ് കൈക്കൂലിയായിരുന്നു. ഇപ്പോൾ ഉണ്ടോ കൈക്കൂലി? ആ സിസ്റ്റം എപ്പോഴും ഉണ്ട്. പക്ഷേ അത്ര വിസിബിൾ അല്ലായിരുന്നു. നമ്മളെ റോഡിലൊന്നും പിടിച്ചു നിർത്തി ഡോക്യുമെന്റ് ചോദിക്കുകയോ കാശ് പിടിച്ചു വാങ്ങിക്കുകയോ അങ്ങനെയായിരുന്നല്ലോ. അന്ന് ഇതൊന്നുമില്ല. അന്ന് ഇവർ നമ്മളെ വഴി നിൽക്കുക, അപ്പം തന്നെ ഡോക്യുമെന്റ് ചോദിക്കും. അത് മോസ്കോയിൽ വന്ന രജിസ്റ്റർ, അതിപ്പോഴും അങ്ങനെയാണ്. നിർബന്ധം രജിസ്റ്റർ ചെയ്യണം. വിസ ഉണ്ടായിട്ട് കാര്യമില്ല. രജിസ്ട്രേഷൻ നിർബന്ധമാണ്, എവിടെ താമസിക്കുന്നു എന്നുള്ളത്. അതിവിടെ ഉണ്ടല്ലോ, വിദേശികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒപ്പത്തിന് രജിസ്റ്റർ ചെയ്യണം. അതാണ്. അതില്ലെങ്കിൽ പിഴയടയ്ക്കും. എനിക്ക് പറ്റിപ്പോൾ, എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വന്നിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തില്ല. എന്നിട്ട് അവസാനം യുവമാർ വഴി പിടിക്കും. കാശ് കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ അവസാനം എനിക്ക് ഇഫ്തിയം കണ്ട് വഴി പറഞ്ഞു തന്നു. മറ്റേ അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. അപ്പം നമ്മൾ ഇംഗ്ലീഷ് മാത്രം പറയുക. അപ്പോൾ അമ്മമാർ വിട്ടുപോകുന്നു വെച്ചു. പിന്നെ വേറെ ആരും എനിക്കൊരു വഴി പറഞ്ഞു തന്നു. വഴി പോലീസിനെ കണ്ട നേരെ അങ്ങോട്ട് ചെല്ലുക, എന്നിട്ട് അവരോട് സംശയം ചോദിക്കുക. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയാത്താണ്, അവർ വിട്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടു. നമ്മൾ നേരെ ചെയ്ത് അവരുടെ വഴി ചോദിക്കും, അവന്മാർ വിട്ടുപോകും. വളരെ രസമായിരുന്നു. ആംഗ്യ ഭാഷയിലൊക്കെയാണ് സംസാരിച്ചിരുന്നത്. യുദ്ധത്തിൽ ജനങ്ങളുടെ മാനസികാവസ്ഥ, നമ്മുടെ ഇവിടുത്തെ വാർത്തയൊക്കെ വായിക്കുന്നതനുസരിച്ച് റഷ്യ തോറ്റു പോകുന്നതും റഷ്യയിലെ ജനങ്ങളിലെതിരാന്ന്, അതൊക്കെ തെറ്റാണോ? തെറ്റാണ്. റഷ്യ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ളതിൽ റഷ്യ ജയിച്ചു കഴിഞ്ഞു അതിനകത്ത്. ഇനി ആ ഇത് യുക്രൈനല്ലല്ലോ, യുക്രൈനിലൊരു ചട്ടുകം മാത്രമാണ്. യുക്രൈൻ അതിനകത്ത് അതിനകത്ത് പെട്ടുപോയെന്നുള്ളൂ. ഇതിന് ശരിക്കും യുദ്ധം നടക്കുന്നത് നാറ്റോയും റഷ്യയും തമ്മിലാണ്. ഇനിയിപ്പോൾ അവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും മേല, മതിരിച്ചിട്ട് തുപ്പാനും മേല നാട്ടിലാണ് നാറ്റോയ്ക്ക്. റഷ്യ എന്തായാലും തീരുമാനിച്ചിരിക്കുക, ഞങ്ങൾ ഇനിയും ഇത് തീർത്തിട്ടേ അടങ്ങത്തുള്ളൂ. കാരണം ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായം, എനിക്ക് തോന്നുന്നത് അവിടെ അങ്ങനെ വെറുതെ വിടത്തില്ല. ഇനിയും വെച്ച് കഴിഞ്ഞാൽ അതൊരു
ഇന്ത്യ പാകിസ്ഥാൻ സ്ഥിതിയായി മാറും. അത് അവർക്ക് എല്ലാവർക്കും നല്ല അറിയാം. അതുണ്ടാകാതിരിക്കാനായിട്ട് ഇതിനൊരു കംപ്ലീറ്റ് സെറ്റിൽമെൻ്റ് ആകുന്നവരെ റഷ്യ ഇതിനകത്ത് നിന്ന് പിൻവാങ്ങത്തില്ല. എന്തായാലും കംപ്ലീറ്റ് സെറ്റിൽമെൻറ്റ് അവരുടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാം റഷ്യ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഒൺലി ഓൺ അവർ കണ്ടീഷൻസ്. അവരുടെ ആവശ്യം രാജ്യമേ പിടിച്ചെടുക്കാനാണ് പണം അല്ല. അല്ല, അവർ നേരത്തെ പറഞ്ഞ തുറമുഖം, അവരുടെ തുറമുഖം, അതെ, അങ്ങനെ അവരുടെ 2-3 അതായത് ബഫർ സോൺ വെക്കുക എന്നുള്ളതാണ്. അവിടെ കയറാൻ പാടില്ല അവർക്ക്. അപ്പോൾ അത് അനുവദിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അനുവദിച്ചേ പറ്റുള്ളൂ. അനുവദിക്കാതെ അതിന് വേറൊരു ഇതില്ല. പക്ഷേ പത്രവാർത്തകളെല്ലാം കാണുന്ന റഷ്യ തോൽവിയിലേക്ക് പോകുന്നു. അത് വളരെ പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഒരു ഇതാണ്. ഞാൻ ഒരു മാധ്യമപ്രവർത്തകനാണ്, താങ്കളും ഒരു മാധ്യമത്തിൻ്റെ ഒരു ഗുരുവായതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് വളരെ തെറ്റായ ന്യൂസാണ്, വളരെ തെറ്റായ ന്യൂസാണ്. ഏത് പത്രപ്രവർത്തനം ഇവിടെ നിന്നുള്ള ആരാണോ എല്ലാ പത്രപ്രവർത്തനം വന്നാലും ഞാൻ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അവിടെ നേരിട്ട് പോയി കണ്ടിട്ട് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ട് എഴുതട്ടെ. ഈ വിമാനയാത്രയ്ക്കൊന്നും ഒരു തടസ്സമില്ല? ഒരു തടസ്സമില്ല. ഇപ്പം ഇന്ത്യയിലേക്കൊക്കെ എന്നും വിമാനമുണ്ട്? എല്ലാ ദിവസവും വിമാനമുണ്ട്. ഞാൻ അതിൽ എയർഫ്ലോട്ടിലാണ് വന്നത്. ഡൽഹിക്ക് ബോംബെക്കൊക്കെ ഉണ്ട്? ബോംബെക്കില്ല, ഡൽഹിക്ക് മാത്രമേ ഉള്ളൂ. മോസ്കോ, ഡൽഹി എല്ലാ ദിവസവും വിമാനമുണ്ട്. മിക്ക രാജ്യങ്ങളിലേക്കുണ്ട്? ഇല്ല, യൂറോപ്പിലേക്ക് മാത്രമല്ല, ദുബായിലേക്ക് 7 വിമാനങ്ങളുണ്ട് ദിവസം. ദുബായിലേക്ക്. ആണോ? യൂറോപ്പിലേക്കില്ല? യൂറോപ്പിലേക്ക്, അമേരിക്കയ്ക്കും ഇല്ല? ഇല്ല, അവർ ബാൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. റഷ്യക്കാർക്ക് ഒന്നും ചെയ്തില്ല. അവർ ഇന്ത്യയിലേക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളിലേക്ക് എല്ലായിടത്തേക്കും ഉണ്ട്, ആഫ്രിക്കയിലേക്കുണ്ട്. അതിന് സേഫ്റ്റിയുടെ പ്രശ്നമൊന്നുമില്ല? ഇല്ല. അല്ല, അപ്പം യുക്രൈൻ്റെ സ്ഥിതിയോ? ഉക്രൈനിൽ നിന്ന് വിമാനം ഒരിടത്തേക്കില്ല. കാരണം അവിടെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുവിട്ടിരിക്കുക എന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മുടെ ഒരു സുഹൃത്ത് ഡോക്ടർ മേനോനുണ്ട്. ഡോക്ടർ മേനോൻ പറഞ്ഞതനുസരിച്ച് മേനോൻ വളരെ കഷ്ടപ്പെട്ട വന്നെന്ന് തോന്നുന്നു. അതെ, അദ്ദേഹം. പക്ഷെ മേനോൻ പറഞ്ഞ ഉക്രൈൻ ജയിക്കുമെന്നാണ് പറഞ്ഞത്. മേനോനോട് പറഞ്ഞ് ഉക്രൈനാണ് ജയിക്കുന്നതെന്നാണ് പറഞ്ഞത്. മേനോൻ ഡോക്ടർ മേനോൻ നന്നായിട്ട് അറിയാതെ പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടായിരിക്കും അവിടെ ആയതുകൊണ്ട്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഉക്രൈൻ ആണെങ്കിലും മറ്റ് ഇവിടെയുള്ള എല്ലാം പണ്ട് നിങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. അപ്പം നിങ്ങളൊക്കെ തമ്മിൽ കണക്ഷൻ ഉണ്ടോ? മലയാളികൾ തമ്മിൽ അവരടുപ്പം തുടർക്കുന്നു. എന്തായാലും അപ്പം റഷ്യയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന നല്ല കഥ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരോടും എനിക്ക് പറയാനുള്ള പത്രപ്രവർത്തനമുള്ള ഒരു അപേക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ വരൂ, വന്നിട്ട് കാണും. വെറുതെ ഇങ്ങനെ ഞാൻ മനോരമയിലൊക്കെ ചില വാർത്തകൾ വായിച്ചിട്ട് ഞാൻ തന്നെ മനോരമയിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോട് വിളിച്ച് ചോദിക്കാറുണ്ട് എന്താണ് ഈ കായ്ക്ക് എഴുതി വെച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളാണ്. നമുക്കൊക്കെ കിട്ടുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ അതെ തെറ്റാണ്. അതെ, വളരെ തെറ്റാണ്. അത് അമേരിക്കൻ മാധ്യമങ്ങൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതായത് പല മാധ്യമങ്ങളും അവിടുത്തെ പ്രസിഡന്റിനെ കുറിച്ച് എന്തൊക്കെയാണ് എഴുതുന്നത്, അദ്ദേഹം മരിച്ചു, അതെ, ബോഡി ഡബിൾ ഉണ്ട് ഒക്കെ പറയുന്നത്. അതൊക്കെ ഇവിടെ ഒരു വേലക്കാരിൽ കുഞ്ഞുണ്ട്. ഈ നമ്മൾ ഇങ്ങനെ ഒരാളെ എത്രമാത്രം കെട്ടിത്താഴ്ത്താമോ അത്രയും മാത്രം കെട്ടിത്താഴ്ത്തിയിരിക്കുക. അല്ല, ഇദ്ദേഹത്തിൻ്റെ ജനപിന്തുണയുണ്ടോ പുട്ടിന്? പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ വളരെയായിട്ട് കൂടി. കാരണം ഈ യുദ്ധം വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കൈ വിറയ്ക്കോ, അസുഖമോ, ക്യാൻസറോ ഇല്ല? അസുഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അല്ല, അതല്ല ഇദ്ദേഹത്തിന് നടക്കാൻ പോലും പറ്റുന്നില്ല എന്നാ പറയുന്നത്. അല്ലല്ല, ഞാൻ ഈ അടുത്ത കാലത്തും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ പോയി കണ്ടതാണ്. പ്രസ് കോൺഫറൻസ് ഒക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പം സേഫായിട്ടിരിക്കുന്നു? അതെ, സേഫാണ്. അദ്ദേഹം വളരെ സേഫാണ്, വളരെ ആരോഗ്യവാനാണ്. അദ്ദേഹം ഇപ്പോൾ പബ്ലിക് ഫംഗ്ഷൻ എല്ലാത്തിലും പോകാറുണ്ട്. ഇപ്പോൾ അടുത്തന്നെ ഇന്നോ നാളെ മറ്റന്നാൾ ടർക്കിയിൽ പോകണം അദ്ദേഹം. ഇന്ത്യയിലേക്ക് വരാത്തത് അത് അന്നത്തെ ഒരു ഇതുണ്ട്, ഈ ഇൻ്റർനാഷണൽ കോടതി അദ്ദേഹത്തിന് യുദ്ധക്കുറ്റവാളിയെ അതുകൊണ്ട് പോകാത്തതാണ്. അവർക്ക് അത്ര ഉറപ്പുള്ള രാജ്യത്തെ പോകത്തുള്ളൂ. ഇന്ത്യയിൽ കാരണം നമ്മൾ ഇന്റർപോളിൻ്റെ വല്ലതും ആവശ്യമാണ്. അപ്പം എല്ലാം നമ്മൾ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മൾ താങ്കളുടെ റിപ്പോർട്ട് കേൾക്കും പോലെയാണ് നമ്മൾ കേൾക്കുന്നത്. വേറെ താങ്കളുടെ റിപ്പോർട്ടിൽ നിന്നാണ് നമ്മൾ സത്യം മനസ്സിലാക്കുന്നത്. ഇന്ത്യയോട് ഇപ്പോഴും ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. നമ്മൾ നമ്മുടെ 2 രാജ്യങ്ങളുടെ ഇടയിൽ ഒരു സ്റ്റാൻഡേർഡ് നിൽക്കുന്നുണ്ടല്ലേ, നമ്മളെ ബന്ധമുണ്ട്, നമ്മളുടെ കണക്ഷനുണ്ട്. സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ബന്ധം ഇപ്പോൾ കൂടി. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് പുടിനും തമ്മിൽ അവർ തമ്മിലൊരു പേഴ്സണൽ കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ഘടകമാണ്. ഇന്ത്യക്കാർക്ക് അവിടുത്തെ സ്വീകാര്യത എങ്ങനെയാണ്? ഈ റഷ്യയിൽ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ സ്വീകാര്യത വളരെ നമ്പർ 1 പ്രിഫറൻസ് ആണ്. വിദേശികളിൽ ഇന്ത്യക്കാർക്കാണ് നമ്പർ 1 പ്രിഫറൻസ്. പണ്ടും അങ്ങനെ തന്നെ? പണ്ടും അങ്ങനെയാണ്, സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത്. അതെ, ഇപ്പോഴും അത് തന്നെയാണ്. അവിടെ പാസ്പോർട്ട് എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും എടുക്കാം. അതിന് എത്ര 5 വർഷം നിശ്ചിത കാലയളവ് കഴിഞ്ഞ്? 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാം. പക്ഷേ എടുക്കാറില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് മലയാളികൾക്കുണ്ട്, ഒരുപാട് ഇന്ത്യക്കാർക്കുണ്ട്. ഇപ്പോൾ ആരും എടുക്കാറില്ല. കാരണം റഷ്യൻ പാസ്പോർട്ടിന് ഒരുപാട് ലിമിറ്റേഷനുകളുണ്ട്.
അതിനേക്കാൾ നല്ല ഇന്ത്യൻ പാസ്പോർട്ട് തന്നെ. അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പിന്നെ അങ്ങേക്കൊക്കെ പി ആർ ആണ്. എനിക്ക് PR ആണ്. അപ്പോൾ പിന്നെ പുതുക്കണ്ടായാലും ലൈഫ് ലോങ് ആണ്. ലൈഫ് ലോങ് ആണ്. പക്ഷെ ഇതൊന്നും നേരത്തെ ഇല്ല. ഞാൻ വരുന്ന സമയത്ത് പോലും ഇല്ല. അന്ന് ആർക്കും ഇല്ല. അന്ന് എല്ലാ കൊല്ലം വിസ ഭയങ്കര ചടങ്ങും. അതെ 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 അതെ. അപേക്ഷിക്കണം, കൊടുക്കണം. അതെ. തിരുവനന്തപുരത്ത് റഷ്യൻ കൾച്ചർ സെൻ്റർ ഉണ്ടായിരുന്നല്ലോ. അന്ന് അതിന് പിന്നെ അതെന്ത് പറ്റി, അത് അങ്ങനെ തന്നെ അത് മാറിപ്പോയി. അത് അങ്ങനെ തന്നെ തോന്നുന്നു. അവരുടെ ഉടമസ്ഥാവകാശം തോന്നുന്നു. രതീഷ് അന്ന് അവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. അതെ. പുള്ളി കോൺസുലർ, ഹോണററി കോൺസുലർ. അങ്ങ് മറ്റെന്ത് അങ്ങക്ക് ഒരു പ്രവാസി സംഘടനാ പ്രവർത്തനമൊക്കെ ഉണ്ടോ? ഉണ്ട്. അതെ. അതായത് ഞങ്ങളുടെ ഒരു WMF എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവാസി സംഘടനയുണ്ട്. WMF, വേൾഡ് മലയാളി ഫെഡറേഷൻ. പക്ഷെ ഒരുപാട് വേൾഡ് മലയാളി കൗൺസിലുണ്ട്, വേൾഡ് മലയാളി കൗൺസിലുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. ഇത് വലിയ സംഘടനയാണ്. ഇത് വലിയ സംഘടനയാണ്. ഇതിന് 160 രാജ്യങ്ങളിൽ പ്രതിനിധികളുണ്ട്. ഇപ്പം തന്നെ ഞങ്ങളുടെ ഒരു 27-28 ബാങ്കോക്കിൽ വെച്ചിട്ട് ഗ്ലോബൽ സമ്മിറ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയ ഒരു ശ്രീ പ്രിൻസ് പള്ളിക്കുന്നേൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ഇതിൻ്റെ ഗ്ലോബൽ ചെയർമാൻ. അദ്ദേഹം തുടങ്ങിയതാണ് ഈ ഓർഗനൈസേഷൻ 2016. അതിപ്പോൾ വളരെ വലുതായി. ലോകത്ത് 160 രാജ്യങ്ങളിൽ ഈ മലയാളികളുടെ പ്രതിനിധിയുണ്ട്. നമുക്കിപ്പോൾ 160 രാജ്യങ്ങളിൽ എവിടെ പോകണമെങ്കിലും, ഇപ്പോൾ താങ്കൾക്ക് പോകണമെങ്കിൽ താങ്കളൊന്ന് ഞങ്ങളെ അറിയിച്ചാൽ മതി. ഞങ്ങൾ അവിടുത്തെ ഈ WMFൻ്റെ ആൾക്കാരെ അറിയിക്കും. അവർ താങ്കൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും. അവിടെ സംഘടനയ്ക്കാണോ അംഗത്വം അതോ വ്യക്തികൾക്കാണോ? വ്യക്തികൾക്കും സംഘടനയ്ക്കും രണ്ടിനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എല്ലാം കൂടെ എത്ര ഒരുപാട് അംഗങ്ങളായി. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഇതെന്ന് പറയുന്നത് നെറ്റ്വർക്കിങ്ങും കണക്റ്റിങ്ങും ആണ്. അല്ല ഇതിനകത്ത് വേറെ ഒരു അജണ്ട ഇല്ല. മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, സഹകരിക്കുക, കണക്ട് ചെയ്യുക. ബിസിനസ്സുപരമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുക. മറ്റുള്ള ചാരിറ്റികളുമായിട്ടും. ഇവിടെ WMF ഒരുപാട് ചാരിറ്റി വർക്ക് കേരളത്തിൽ ചെയ്യുന്നുണ്ട്. പലർക്കും വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പ്രോഗ്രാംസ് തന്നെ വേറെ, അതാ ചാരിറ്റിയാണ് മെയിൻ. വാർഷിക കൺവെൻഷനൊക്കെ ഉണ്ടാവും. വാർഷിക കൺവെൻഷൻ അത് ഏതെങ്കിലും രാജ്യത്തായിരിക്കും. ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും. അപ്പോൾ പ്രതിനിധികൾ മാത്രം എല്ലാവർക്കും വരാം. എല്ലാവർക്കും വരാം. അപ്പം അങ്ങ് അതിൻ്റെ യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. യൂറോപ്പിൻ്റെ ഈ റഷ്യയുടെ കോർഡിനേറ്ററും യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡൻറ്റുമാണ്. എല്ലാവിധ ആശംസകളും ഈ പുതിയ ഇത്ര ഇൻഫർമേഷൻ മറുനാടൻ പ്രേക്ഷകർക്ക് നൽകിയതിൽ അങ്ങ് കൂടുതൽ ഇങ്ങനൊരു അവസരം കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമാണ്. മറുനാടൻ്റെ സ്ക്രീനിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്ന കാര്യം. താങ്ക് യു.